171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. 4ാമത്തെ ചോദ്യം ഇതാണ്. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദി ഇക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വില്ലേജ് ആൻഡ് ദ ഔട്ട്സൈഡ് വേൾഡ്. ഗ്രാമവും പുറം ലോകവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകുക എന്നത്. ഉത്തരം എങ്ങനെയാണ്? ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരിയഡ് ഇൻ ഇന്ത്യ ദി ഇക്കണോമിക് റിലേഷൻസ് ബിറ്റ്വീൻ ദ വില്ലേജ് ആൻഡ് ദ ഔട്ട്സൈഡ് വേൾഡ് അണ്ടർവെന്റ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ്. ഇന്ത്യയിലെ കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ ഗ്രാമങ്ങളും നഗരങ്ങളും അല്ലെങ്കിൽ അതിന് വെളിയിലുള്ള പ്രദേശങ്ങളും തമ്മിൽ വലിയ ബന്ധങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളുണ്ടായി. അതിനൊക്കെ കാരണം ബ്രിട്ടീഷ് കോളനി ഭരണവും അവർ പിന്തുടർന്നു വന്ന നയങ്ങളുമായിരുന്നു, കൊളോണിയൽ പോളിസീസുമായിരുന്നു. ഇനി പ്രീ കൊളോണിയൽ എക്കണോമിയിലേക്ക് നോക്കാം നമുക്ക്. അതായത് ബിഫോർ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യൻ വില്ലേജസ് വർ ലാർജ്ലി സെൽഫ് സഫിഷ്യന്റ് വിത്ത് എ സ്ട്രോങ് ഫോക്കസ് ഓൺ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആൻഡ് ലോക്കൽ ക്രാഫ്റ്റ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപായിട്ടുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഗ്രാമങ്ങൾ പ്രധാനമായും സ്വയം പര്യാപ്തമായിരുന്നു. അവർക്ക് ജീവിക്കാനുള്ള ജീവനോപാധികളും ഭക്ഷണ വസ്തുക്കളും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന ലോക്കൽ ക്രാഫ്റ്റും സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറും മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു ഗ്രാമീണ ജനതയായിരുന്നു ഇന്ത്യൻ ഗ്രാമങ്ങളിലെ അവസ്ഥ. ഇതായിരുന്നു. ഇന്ത്യൻ വില്ലേജ് മാർക്കറ്റ്സ് വേർ ഡിഫറെന്റ് ഫ്രം ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ്സ്. മുതലാളിത്ത മാർക്കറ്റുകളെ പോലെ ആയിരുന്നില്ല ഇന്ത്യൻ ഗ്രാമങ്ങൾ, വളരെ വ്യത്യസ്തമായിരുന്നു. നോട്ട് ഓൺലി ബിക്കോസ് ദേ സെർവ് ദ ഇക്കണോമിക് പർപ്പസ്, കാരണം പണം കൊടുത്ത് ഉൽപ്പന്നങ്ങളും ചരക്കുകളും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനം മാത്രമായിരുന്നില്ല ഇന്ത്യൻ കമ്പോളങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ രാഷ്ട്രീയ ചർച്ചകളും ഏറെ അവിടെ നടന്നിരുന്നു. ഒപ്പം തന്നെ വിനോദ ഉപാധികളും വിനോദ സംവിധാനങ്ങളും ഇന്ത്യൻ കമ്പോളങ്ങളിൽ കാണാമായിരുന്നു. ഒപ്പം തന്നെ സമൂഹത്തിലെ ഇടപഴകലുകളും ഒക്കെ സോഷ്യൽ പർപ്പസും ഒക്കെ ഇന്ത്യൻ കമ്പോളങ്ങളിൽ കാണാമായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ മുതലാളിത്ത ചന്തകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകൾ. ഇൻ വില്ലേജ് ഇന്ത്യ കാസ്റ്റ് ബേസ്ഡ് ഓക്കുപേഷൻസ് വേർ പ്രിവൈലന്റ് ഫീച്ചർ ഓഫ് ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഓർഗനൈസേഷൻ. ഗ്രാമീണ ഇന്ത്യയിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകള് മുഖ്യമായിരുന്നു അവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമത്തിന്റെ ഭാഗമായിട്ട്. ദി കാസ്റ്റ് സിസ്റ്റം വിച്ച് വാസ് ഡീപ്ലി ഇൻഗ്രൈൻഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ മനുഷ്യരുടെ മനസ്സുകളിലും സമൂഹത്തിലും ആഴത്തിൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ജാതി സമ്പ്രദായം. ഇറ്റ് ഡിക്റ്റേറ്റഡ് ദ ഓക്കുപേഷൻസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഫ്രം ഡിഫറെന്റ് കാസ്റ്റ് കുഡ് പെർസ്യൂ. വിവിധ ജാതികളിൽപ്പെട്ട ആൾക്കാർ ഏതേത് തൊഴിലുകൾ ചെയ്യണ്ട എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഈ ജാതി സമ്പ്രദായത്തിന്റെ ജാതി നിയമങ്ങളായിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇനി അതായത് കാസ്റ്റ് ബേസ്ഡ് ഓക്കുപേഷൻസ് നമുക്കറിയാം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെയൊക്കെ ഉണ്ട്. ബ്രാഹ്മിൻസ് മെയിൻലി പ്രീസ്റ്റും ടീച്ചേഴ്സും സ്കോളേഴ്സും ഒക്കെ ആയിരുന്നു. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അറിവിനെ സംരക്ഷിക്കുക, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക തുടങ്ങിയവ. ക്ഷത്രിയന്മാര് യോദ്ധാക്കളും ഭരണാധികാരികളും ഒക്കെ ആയിരുന്നു. അവര് ഗ്രാമങ്ങളുടെയൊക്കെ ചെറിയ നാടുവാഴികളൊക്കെ ആയിട്ട് ഭരണം നടത്തി. വൈശ്യന്മാര് മർച്ചൻസും ട്രേഡേഴ്സും ആയിരുന്നു. ദേ മാനേജ്ഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ശൂദ്രന്മാര് ലേബറേഴ്സും ആർട്ടിസൻസും ആയിരുന്നു. അവരാണ് മനുഷ്യാധ്വാനവും കായികാധ്വാനവും ഉൽപ്പന്ന നിർമ്മാണവും ഒക്കെ നടത്തിയിരുന്നത്. എന്നാൽ ഈ 4 ചാതുർവർണ്ണയത്തിൽപ്പെട്ട ഈ 4 വിഭാഗം കൂടാണ്ട് 5ാമത് ദളിതരെന്ന് പറയുന്ന അൺടച്ചബിൾ എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. അതായത് തോട്ടിപ്പണിക്കാര്, തൂപ്പുകാര്, അതുപോലെ തന്നെ വളരെ താണതട്ടിലുള്ള മനുഷ്യാധ്വാന ജോലികൾ ചെയ്യുന്ന കൂലിപ്പണിക്കാര്, ഇവരൊക്കെ ആയിരുന്നു ദളിതര്. എന്തുമാവട്ടെ, ഈ ജാതി സമ്പ്രദായമായ തൊഴിലൊക്കെ വിട്ടിട്ട് പലപ്പോഴും പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, ബിസൈഡ് ഫ്രം കാസ്റ്റ് അസോസിയേറ്റഡ് ഓക്കുപേഷൻസ് വില്ലേജസ് ഓഫൺ ഇൻക്ലൂഡ് പീപ്പിൾ ഹു പ്രാക്ടീസ് നോൺ ട്രഡീഷണൽ ഓക്കുപേഷൻ. പരമ്പരാഗതമല്ലാത്ത തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരെയും നമുക്ക് കാണാമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ബ്രാഹ്മിൻസ് ഓർ ടാക്കൂർസ് നൗ ബിഗാൻ ടു വർക്ക് ആസ് ഷോപ്കീപ്പേഴ്സ്. ബ്രാഹ്മണന്മാരും ടാക്കൂർമാരും ഒക്കെ ഇപ്പോൾ കടകൾ നടത്താൻ തുടങ്ങി, ടീച്ചർമാരായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി, ട്രക്കേഴ്സ് ആകാൻ തുടങ്ങി, ഓർ ക്ലർക്സ് ആകാൻ തുടങ്ങി. കാരണം ബ്രിട്ടീഷ് ഭരണം വന്നത് ഒരു കൊളോണിയൽ ഭരണം വന്നത്, കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ക്ലർക്കിന്റെ ജോലിയൊക്കെ പല ബ്രാഹ്മിൻസ് ചെയ്യുകയാണ്. They did all this in addition to their caste associated occupations of priest and farmer. ചിലപ്പോൾ അവർ പ്രീസ്റ്റും ഫാർമറൊക്കെ ആയിരിക്കാം, എങ്കിൽ കൂടി ആ കൂട്ടത്തിൽ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് റവന്യൂ കളക്ടേഴ്സ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇൻ വില്ലേജസ് നിയർ അർബൻ ഏരിയാസ്, നഗരങ്ങളിലുള്ള തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന നഗരപ്രാന്തത്തിൽ ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിൽ an increasing number of people commute to the cities to take up jobs and many migrate. അതായത് ജോലി തേടിയിട്ട് പോകുന്ന ആളുകളുടെ, ഗ്രാമീണരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു.
സം മൈഗ്രൻസ് ലീവ് ദെയർ ഫാമിലീസ് ഇൻ ദ വില്ലേജ്. ചില മൈഗ്രൻസ് അവരുടെ കുടുംബങ്ങളെ ഗ്രാമങ്ങളിലാക്കിയിട്ടാണ് പട്ടണങ്ങളിൽ പോവുക. ടു വർക്ക് ഫോർ മന്ത്സ് അറ്റ് എ ടൈം. അതായത് മാസങ്ങളോളം ആ പട്ടണങ്ങളിൽ പോയി ജോലി ചെയ്യാൻ. The decline of traditional occupations and the accompanying expansion of non-agricultural employment, പരമ്പരാഗത തൊഴിലുകൾ അധപ്പതിച്ചതും കാർഷികേതരമായിട്ടുള്ള പുതിയ തൊഴിൽ മാർഗങ്ങൾ വികസിച്ചു വന്നതും ഹാസ് ബീൻ വൈഡ്ലി ഒബ്സർവ്ഡ് ഇൻ വില്ലേജ് സ്റ്റഡീസ്. ഇതൊക്കെ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ വ്യാപകമായി നടന്നിട്ടുണ്ട്. ആന്ത്രപ്പോളജിസ്റ്റുകൾ അതേക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ടൈസ് ബിറ്റ്വീൻ ദ സിറ്റീസ് ആൻഡ് വില്ലേജസ്. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ പഴയതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആത്മബന്ധം ഉണ്ടായി വന്നു എന്നതുകൊണ്ട് തന്നെയാണ്. സ്ലോലി ദ വില്ലേജസ് ആർ ബിക്കമിങ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ വൈഡർ എക്കണോമി. സാവകാശത്തിൽ ഈ ഗ്രാമീണര് ഈ പുറം ലോകവുമായിട്ട് നന്നായിട്ട് കണക്റ്റഡ് ആകാൻ തുടങ്ങി എന്നുള്ളതാണ്. ഗ്രാമീണർ ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങാതെ പുറം ലോകത്തെ വാർത്തകൾ അവർ അറിയാൻ തുടങ്ങി. പുറം ലോകത്തോട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എളുപ്പമാർഗത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ, റോഡുകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നത് കൂടിയാണ്. ദിസ് പ്രോസസ് ഹാവ് ഒബ്വിയസ്ലി ബീൻ ഡ്രിവൺ ഇൻ പാർട്ട് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് സച്ച് ആസ് ദ എക്സ്പാൻഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ റോഡുകൾ എന്ന് പറയുന്നതും പാലങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ വന്നപ്പോൾ നഗരങ്ങളിലേക്ക് എളുപ്പത്തിൽ കമ്മ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. ഗ്രോത്ത് ഓഫ് അർബൻ സെന്റേഴ്സ്, അങ്ങനെ നഗര കേന്ദ്രങ്ങളുടെ വളർച്ചയും ഈ കൂടെ സംഭവിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കാൻ തുടങ്ങി. നഗരങ്ങളിൽ പുതിയ ജോലികൾ തേടി ഗ്രാമീണർ വന്ന് ചേക്കാറാൻ തുടങ്ങി. അങ്ങനെ നഗരങ്ങളിലുള്ള ചന്തകൾ വളരെ വിപുലമായി. ബട്ട് ഇറ്റ് ഹാസ് ഓൾസോ ഡിപ്പെൻഡഡ് ഓൺ ദ ഒറിജിനൽ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് ദ വില്ലേജ്. പക്ഷേ പഴയ ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയെ ആശ്രയിച്ച് തന്നെയാണ് നഗരവും മുന്നോട്ട് പോകുന്നത്. കാരണം നഗരങ്ങൾക്ക് കഴിയാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രാമങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും. ഇറ്റ് ഹാസ് ഫോർ എക്സാമ്പിൾ ബീൻ പോയിന്റഡ് ഔട്ട് സെവറൽ വില്ലേജ് സ്റ്റഡീസ് ദാറ്റ്, പല ഗ്രാമീണ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്. അതായത് ദോസ് വില്ലേജസ് വിത്ത് എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയുടെ കാര്യത്തിൽ അല്പം മിച്ചമോ അല്ലെങ്കിൽ മികച്ച പ്രകടനം കാണിക്കാൻ കഴിയുന്ന ഗ്രാമങ്ങൾക്ക് ഹൗ ടെൻഡഡ് ടു പ്രിസർവ് ട്രഡീഷണൽ സോഷ്യൽ ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ, അവരുടെ പരമ്പരാഗതമായ സാമൂഹിക ആചാരങ്ങളും അതുപോലെ തന്നെ തൊഴിലിന്റെ ഘടനയും പിന്നെയും ബലമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറെക്കുറെ കഴിഞ്ഞു. അമിഡ്സ്റ്റ് ദ ടെക്നോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് അറൗണ്ട്. പുറം ലോകത്തൊക്കെ ഈ വലിയ സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വളരെ ശക്തമായ കാർഷിക അടിത്തറയുള്ള ഗ്രാമങ്ങളിൽ വീണ്ടും അവരുടെ സാമൂഹ്യ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇൻ കോൺട്രാസ്റ്റ്, നേരെ മറിച്ച് വില്ലേജസ് വിത്ത് റിലേറ്റീവ്ലി ലെസ് ഹോമോജീനിയസ് എക്കണോമിക് സ്ട്രക്ചർ, താരതമ്യേന കുറഞ്ഞ സാമ്പത്തിക ഘടനയുള്ള ഗ്രാമങ്ങള് ഹാവ് ഷോൺ ദ ടെൻഡൻസി ടു ഡിഫ്യൂസ് ദംസെൽസ്, അവർ സ്വയം ഡിഫ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിച്ചു. ലീവിങ് ദർ ട്രഡീഷണൽ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, അവരുടെ പരമ്പരാഗതമായ തൊഴിൽ ഘടനയെ വിട്ടിട്ട്. ആസ് ദേ അക്വയർഡ് ലിങ്ക്സ് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്, അവര് പുറം ലോകവുമായിട്ടുള്ള ബന്ധം അവര് പുതിയതായി സൃഷ്ടിച്ചെടുത്തതുകൊണ്ട് ആൻഡ് ഹാവ് ഡൈവേഴ്സിഫൈഡ് ദർ ആക്ടിവിറ്റീസ്, ഒപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിച്ചു. അവർ ചെയ്തിരുന്ന ഒരു തൊഴിൽ എന്നുള്ളത് പല തൊഴിലുകളിലേക്ക് അവർ ഏർപ്പെടാൻ തുടങ്ങി. ദ എക്സ്റ്റൻഷൻ ഓഫ് എ കൊളോണിയൽ എക്കണോമി, ഇന്ത്യയിലെ കൊളോണിയൽ എക്കണോമി, ബ്രിട്ടീഷ് ഭരണം വന്നത് അത് വിപുലീകരിക്കപ്പെട്ടതോടുകൂടി ടു ഇന്ത്യ ബ്രോഡ് ദ ഇന്ത്യൻ വില്ലേജസ് ടു ദ വേൾഡ് മാർക്കറ്റ്, ഇന്ത്യൻ ഗ്രാമങ്ങളെ ലോക കമ്പോളത്തോട് കണക്ട് ചെയ്യുകയാണ്. കാരണം ലോകത്തിലെ പല രാജ്യങ്ങളിലും മാഞ്ചസ്റ്റർ മാർക്കറ്റിലും ലണ്ടൻ മാർക്കറ്റിലും ഒക്കെ ആയിട്ട് ജൂട്ടും കോട്ടനും ഒക്കെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് നേരിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് ഒക്കെ ഡെവലപ്പ് ചെയ്തു വരാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ വേൾഡ് വാർ 1 ആൻഡ് സബ്സിക്വന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഒന്നാം ലോക മഹായുദ്ധവും അതിനെ തുടർന്നുണ്ടായ വ്യവസായവൽക്കരണത്തിന്റെയും കാലഘട്ടത്തിൽ പീരിയഡ് ക്രിയേറ്റഡ് സിഗ്നിഫിക്കന്റ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വില്ലേജേഴ്സ്, ഗ്രാമീണർക്ക് ഗണ്യമായ സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു. എനേബിളിംഗ് ദം ടു എൻഗേജ് മോർ എക്സ്റ്റൻസീവ്ലി ഇൻ ട്രേഡ്, അവരെ കൂടുതൽ വിപുലമായി കച്ചവടത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചു. ആൻഡ് കണക്ട് വിത്ത് ദ വൈഡർ എക്കണോമിക് സിസ്റ്റം, അവരെ കൂടുതൽ വിപുലീകൃതമായ സാമ്പത്തിക ഘടനയുമായി ബന്ധിപ്പിക്കാനും ഇതുകൊണ്ട് കഴിഞ്ഞു. ദി അവൈലബിലിറ്റി ഓഫ് ന്യൂ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഡ്യൂറിംഗ് ദി സെഞ്ചുറി, ഈ നൂറ്റാണ്ടിലെ പുതിയ സാമ്പത്തിക അവസരങ്ങൾ ലഭ്യമായത് എസ്പെഷ്യലി ആഫ്റ്റർ ദ വേൾഡ് വാർ 1, പ്രത്യേകിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടി. വിത്ത് ദ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ഹാസ് മെയ്ഡ് ദ വില്ലേജ് എ പാർട്ട് ഓഫ് ദ വൈഡർ എക്കണോമിക് സിസ്റ്റം. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ പുറം ലോകത്തിന്റെ ആ വൈഡർ എക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കൂടി കണക്റ്റഡ് ആവാൻ തുടങ്ങി. The war effort led to a surge in demand for agricultural products.
ഇങ്ങനെ യുദ്ധകാല പരിശ്രമങ്ങളൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ ഡിമാൻഡ് ഉണ്ടാക്കി. അപ്പോൾ സച്ചാസ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങൾ ധാരാളമായി വേണ്ടി വന്നു പല രാജ്യങ്ങളിലും. കോട്ടൺ ആൻഡ് ജൂട്ട്, പരുത്തിയും ചണവും ഒക്കെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നു. വില്ലേജസ് ബെനിഫിറ്റഡ്. ഇതിന്റെയൊക്കെ ഗുണമാർക്കാണ്? ഗ്രാമങ്ങളിലുള്ള കർഷകർക്കായിരുന്നു. ഫ്രം ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ആൻഡ് പ്രൈസസ്, വർദ്ധിച്ച ഉൽപ്പന്നാവശ്യങ്ങളും വിലയും ഒക്കെ ഗ്രാമീണർക്ക് ഗുണം തന്നെയായി വന്ന് ഭവിച്ചു. ദ വാർ നെസസിറ്റേറ്റഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. യുദ്ധം പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ എന്നിവയുടെയൊക്കെ നിർമ്മാണം ആവശ്യമാക്കി തീർത്തു. ഇൻക്ലൂഡിംഗ് റോഡ്സ്, റെയിൽവേസ് ആൻഡ് പോർട്സ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തൊഴിലാളികൾ ആവശ്യമായി വന്നു. ഇതൊക്കെ ഗ്രാമീണരെ സഹായിച്ചു. ദിസ് ഇംപ്രൂവ്ഡ് കണക്ടിവിറ്റി ആൻഡ് ഫെസിലിറ്റേറ്റഡ് ട്രേഡ് ബിറ്റ്വീൻ ദ വില്ലേജസ് ആൻഡ് അർബൻ ഏരിയാസ്. യുദ്ധത്തിന് വേണ്ടി പുതിയ പാലങ്ങൾ പണിയുമ്പോഴും റോഡുകൾ പണിയുമ്പോഴും ഇതൊക്കെ ഗ്രാമങ്ങൾ നഗരങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നത് മറ്റൊരു വശം. ദ ന്യൂ ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെന്റ് വില്ലേജസ്. നമുക്ക് പുതിയതായി വരുന്ന സാമ്പത്തിക അവസരങ്ങൾ ഒരു ഗ്രാമത്തിൽ ഗുണം ചെയ്യുന്നത് പോലെയല്ല മറ്റൊരു ഗ്രാമത്തിൽ ഗുണം ചെയ്യുക. ലെറ്റ് us take some case studies to prove this. ഇത് തെളിയിക്കുവാൻ നമുക്ക് ചില കേസ് സ്റ്റഡികൾ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് SC ദുബൈ നടത്തിയ ഒരു പഠനം നമുക്ക് നോക്കാം. ഖമർ ട്രൈബ്സിനെ കുറിച്ചൊക്കെ ഇന്ത്യൻ വില്ലേജസിൽ പഠനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. എന്തുവാവട്ടെ, ദ ഫസ്റ്റ് ഫുൾ ലെങ്ത് സ്റ്റഡി ഓഫ് ആൻ ഇന്ത്യൻ വില്ലേജ് ബൈ SC ദുബൈ 1955 devotes one full chapter to the nature of changes coming in rural life. നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നല്ല പഠനം നടത്തിയ വ്യക്തിയാണ് SC ദുബൈ. വിച്ച് ഇൻക്ലൂഡ് ഇൻക്രീസിംഗ് എക്കണോമിക് ടൈസ് ഓഫ് ഷമീർപേട്ട് വില്ലേജ് ഇൻ ദ സിറ്റി ഓഫ് ഹൈദരാബാദ്. നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് ചാർമിനാറിനടുത്തുള്ളൊരു പട്ടണമാണ് ഷമീർപേട്ട്. അവിടെ അലക്കുകാരായിട്ടുള്ള തൊഴിലാളികളുടെ ഗ്രൂപ്പിലെ ഇടയിലാണ് ഈ SC ദുബൈ പഠനം നടത്തിയത്. എന്തുമാവട്ടെ, അദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു പഠനം നടത്തിയ വ്യക്തിയാണ് മക്കിമാരിയോട്ട് 1955. gives a graphic description of integration between the people of different villages around Kishangarhi in Aligarh district of Uttar Pradesh. ഉത്തർപ്രദേശിലെ അലിഗഡ് ഡിസ്ട്രിക്റ്റിലുള്ള കിഷൻഗർഹിയിലെ വ്യത്യസ്ത ഗ്രാമങ്ങളിൽ പഠനം നടത്തി അവിടുത്തെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠനം നടത്തിയ വ്യക്തിയാണ് മക്കിമാരിയോട്ട്. അദ്ദേഹത്തിന്റെ പഠനങ്ങളും ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഹി റൈറ്റ്സ്, ബ്രാഹ്മിൻ പ്രീസ്, ബാർബേഴ്സ്, പോട്ടേഴ്സ്, കാർപ്പന്റേഴ്സ്, വാഷർമാൻ ആൻഡ് സ്വീപ്പേഴ്സ്. ബ്രാഹ്മണന്മാരായ പുരോഹിതന്മാര്, ബാർബർമാര്, പോട്ടർമാര്, കാർപ്പന്റർമാര്, വാഷർമാൻ ആൻഡ് സ്വീപ്പേഴ്സ്, തൂപ്പുകാര്, who live in കിഷൻഗർഹി. അവര് കിഷൻഗർഹിയിൽ ജീവിക്കാൻ. They go out to serve hereditary patrons in some 15 other villages. അവര് പുറത്തു പോകുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മിൺ പ്രീസ്റ്റുകൾ മാത്രമല്ല, ബാർബർമാര്, പോട്ടർമാര്, കാർപ്പന്റർമാര്, വാഷർമാൻ, ഇവരൊക്കെ പുറത്തുള്ള പട്ടണങ്ങളിലേക്ക് പോകുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. They derive about 1/2 of their income from these outside patrons. എന്നിട്ട് പുറമേ നിന്ന് പോയിട്ട് പണിയെടുത്ത് അവർക്ക് അവരുടെ യഥാർത്ഥ വരുമാനത്തിന്റെ 1.5 ഇരട്ടി അല്ലെങ്കിൽ 1/2 of their നേർപകുതി വരുമാനം ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്ന പുറമേ നിന്നുള്ള ബന്ധങ്ങളിൽ നിന്നാണ്. Traders who live in Kishangarhi regularly cover many miles of the countryside. കിഷൻഗർഹിയിൽ താമസിക്കുന്ന കച്ചവടക്കാര് റെഗുലർ ആയിട്ട് അനേകം മൈലുകൾ അവരുടെ കവർ ചെയ്തുകൊണ്ടാണ് ഓൺ ദെയർ ഗ്രേഡിംഗ് ട്രിപ്സ്, അവരുടെ ട്രേഡിംഗ് ട്രിപ്പുകളിൽ, കച്ചവട ട്രിപ്പുകളിൽ അനേകം മൈല് പല ടൗണുകളിലും കറങ്ങിയാണ് അവർ തിരിച്ചെത്തുക. സോ വേജ് വർക്കേഴ്സ് ഹു മെയിൻറ്റെയിൻ ഹോംസ് ഇൻ കിഷൻഗർഹി ഡ്യൂറിംഗ് ദ പ്രസന്റ് ജനറേഷൻ. ഇന്നത്തെ തലമുറയിലെ കിഷൻഗർഹിയിൽ താമസിക്കുന്ന കൂലിപ്പണിക്കാരായിട്ടുള്ള ആൾക്കാർ നോക്കുക. ഹാവ് ഗോൺ ഔട്ട് ടു വർക്ക് അറ്റ് ലീസ്റ്റ് 25 അതർ പ്ലേസസ് ഇൻക്ലൂഡിംഗ് 10 cities. പറഞ്ഞത് 25ഓളം മറ്റു സ്ഥലങ്ങളിൽ പോയി പണിയെടുത്തിട്ടാണ് വരുന്നത്. അതിൽ 10ഓളം നഗരങ്ങളിലും പണിയെടുക്കുന്നുണ്ട്. സോ ഡ്യൂറിംഗ് 1 period of 3 months, 3 മാസം കൂടുന്ന ഒരു കാലയളവിൽ ഐ കൗണ്ടഡ് 44 ഡിഫറെന്റ് സ്പെഷ്യലിസ്റ്റ് കമ്മിങ് ഇൻ ടു കിഷൻഗർഹി. കിഷൻഗർഹിയിലേക്ക് 45ഓളം വ്യത്യസ്ത തൊഴിൽക്കാരായ സ്പെഷ്യലിസ്റ്റുകൾ വന്ന് ഇവിടെയും പണിയെടുക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണക്കെടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനി ദ കേസ് ഓഫ് രാംപുർവ ഇൻ കർണാടക. കർണാടകയിലെ രാംപുർവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പഠനം നടത്തിയ വ്യക്തിയാണ് കർണാടകയിലെ ഒരു ആന്ത്രോപോളജിസ്റ്റും സോഷ്യോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള പ്രൊഫസർ MN ശ്രീനിവാസ്. അദ്ദേഹം പഠിച്ചത് ഈ സ്റ്റഡീസ് ഡൺ ബൈ പ്രൊഫസർ MN ശ്രീനിവാസ്. World War II brought increased cash for dominant land owning ഒക്കലിക കാസ്റ്റ്. അവിടുത്തെ രാംപുർവയിലെ വളരെയധികം ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ് ഒക്കലിക കാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒക്കലിക വിഭാഗത്തില് ഭൂമി ധാരാളമായിട്ട് ഉള്ള കർഷകരൊക്കെ ഉണ്ട്. അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കി തീർക്കുന്ന ഒരു
കാലഘട്ടം കൂടിയായിരുന്നു വേൾഡ് വാർ ടുവിന്റെ കാലഘട്ടം. വിത്ത് വാർ ടൈം റേഷനിങ് ആൻഡ് ഷോർട്ടേജസ്. വാർ ടൈം റേഷനിങ്ങിലൂടെയും ഷോർട്ടേജസിന്റെ സമയത്തൊക്കെ അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കി. അവർക്ക് ഒരുപാട് കൃഷിഭൂമി ഉണ്ടായിരുന്നു, വിച്ച് എൻകറേജ്ഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ്. അങ്ങനെ വന്നപ്പോൾ ഇത് കരിഞ്ചന്തയ്ക്ക്, അതായത് കൂടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തി വെച്ച് വിൽപ്പന നടത്തുക എന്നുള്ളത്